അല്ല, അത് കോടതിയിലല്ലേ പറയേണ്ടത്? സബ് ജുഡീഷാണ് സാർ, ഞാനൊരു മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും പറയാൻ പറ്റില്ല, അത് കോടതി തീരുമാനിക്കട്ടെ. വേറെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും കണ്ട ശേഷം അനൂപ് ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ അതിനെ പ്രോസിക്യൂഷൻ സർക്കാർ എതിർക്കില്ല എന്നാണ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇന്നലെ കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ മനസ്സിലായി പ്രോസിക്യൂഷൻ ഇവർക്ക് ജാമ്യം നൽകരുത്, പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല ഇത് മനുഷ്യക്കടത്ത് ഉൾപ്പെട്ടെന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തു. അപ്പോൾ ശരിക്കും BJP ഇവിടുത്തെ ക്രൈസ്തവ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നില്ല ശരിക്കും. അനുവാനണി ചോദിച്ചിട്ടുള്ള ഒരു ഇത് കണ്ടില്ല, എന്തൊരു ആവേശത്തിലായി. കോടതി പറഞ്ഞത് കോടതിയുടെ യൂറിസ്ട്രിക്ഷൻ്റെ കാര്യമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. ഏത് കോടതി എന്നുള്ളതാണ്, അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഹൈക്കോടതിയിലോ കണ്ടിട്ടില്ലേ, ഈ ജഡ്ജ് ഇതിൻ്റെ അകത്ത് വാദിക്കുന്നതിൽ ചിലപ്പോൾ പ്രതിഭാവം പറയും, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അപ്പോൾ അവർ വിഡ്രോ ചെയ്യും. അതിൻ്റെ അകത്ത് മെറിറ്റ് വരുന്നില്ല. അപ്പോൾ അതാണ് അവിടെ ചോദിച്ചത്. അവിടെ കോടതിയുടെ കാര്യത്തിൽ മജിസ്ട്രേറ്റ് കോടതി, ഞാൻ പറഞ്ഞല്ലോ, മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇത് തള്ളിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. അപ്പോൾ ആരാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ വേറൊരു കാര്യം, ഈ കോൺഗ്രസ്സുകാർ ഡൽഹിയിൽ സമരം ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡിലെ MP ഒന്നും കാണുന്നില്ല കൂട്ടത്തിൽ. അത് നിങ്ങൾ ചോദിക്കണ്ടേ? ഒരു MP ഇല്ല. ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു MP ഉണ്ട്, അവരില്ല. രാജ്യസഭയിൽ നിന്നുള്ള MP ഇന്നലെ ലോക്സഭയിൽ ബഹളം വെച്ചപ്പോൾ ആ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു MP പ്രതികരിച്ചില്ല. പിന്നെ നാരായൺപൂരിൽ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ, ഞാൻ പത്രത്തിൻ്റെ പേരും പത്രപ്രവർത്തകൻ്റെ പേരും പറയുന്നില്ല, 2023 അവിടെ ഇലക്ഷൻ ഇത് അനലൈസിന് പോയപ്പോൾ നാരായൺപൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ക്രിസ്ത്യൻ പള്ളികളിൽ പോയിട്ടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്ലവർക്കും വേണമെങ്കിൽ എടുത്തു തരാം, ഒന്ന് തപ്പണമെന്നേ ഉള്ളൂ. എന്തുകൊണ്ട് പോയില്ല? അവിടെ അതിന് തൊട്ടു മുമ്പ് നടന്ന അവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നു, അത് കോൺഗ്രസ്സുകാരാണ് ഉണ്ടാക്കിയത്, കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് നേതൃത്വം കൊടുത്തത് എന്നെല്ലാം ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിങ്ങൾക്കറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്, CPIയുടെ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു, 4000-5000 വോട്ട് കിട്ടി. BJP സ്ഥാനാർത്ഥി 20,000 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ BJPയുടെ സ്ഥാനാർത്ഥി പള്ളിയിലൊക്കെ പോയായിരുന്നു. ഇനി വേറൊരു കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ടത്, ഈ പോലീസ് സ്റ്റേഷനിലുമൊക്കെ പോയ അവസരത്തിൽ അവിടെയുള്ള ആൾക്കാരാണ് പോയത്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, അറിയാമല്ലോ, ആദിവാസി മേഖലയാണ്. അതിൽ കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നോ എന്ന് മാധ്യമങ്ങൾ ഒന്ന് അന്വേഷിക്കണം. ഈ കന്യാസ്ത്രീകളെ കൂട്ടവിചാരണ, ജനകീയ വിചാരണ നടത്തി എന്ന് പറഞ്ഞില്ലേ, ആ കൂടെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി BJPയുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ മുന്നിട്ട് ഇറങ്ങിയ നേതാവാണ് BJPക്ക്. വലിയ സൗഹാർദ്ദപരമായ ഞാൻ ക്രിസ്ത്യാനിയാണ്, അല്ലാതെ എന്താ അതാണ് ചോദിച്ചത്. അപ്പൊ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഊട്ടി ഉറപ്പിക്കാൻ അത് ഉണ്ണുകയല്ല ഡൽഹിയിലൊക്കെ അതറിയാൻ മേലത്തുണ്ടാ. ഊട്ടുക എന്ന് പറഞ്ഞാൽ അറിയാം, ഭക്ഷണം കൊടുത്തിട്ട് ഉറപ്പിക്കുന്നതിനെ ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്നത്. മലയാളത്തിലല്ലാതെ അങ്ങനെയാ, നിങ്ങളത് അന്വേഷിച്ചോ? അതെ മലയാളം മീഡിയത്തിൽ അതിന്റെ മലയാളം മീഡിയത്തിൽ പഠിച്ചു. അതുകൊണ്ടാണ് കുഴപ്പം. ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ്. സർക്കാർ സ്കൂളിലാണ്. അത് മലയാളം ശരിക്കും പഠിക്കണം. ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് അതൊന്ന് നിങ്ങൾ വിഭജിക്കുക. അല്ലല്ല, ഊട്ടുക എന്നുള്ള ഒരെണ്ണമുണ്ട് സാറേ. ആനയൂട്ട്, ആനയ്ക്ക് ഇത് കൊടുത്തിട്ട് ഇവരുണ്ടല്ലോ അതിന്റെ കൊണ്ടു നടക്കുന്നവര്, അവരാ സൗഹൃദം ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ മലയാളം പറയും. അത് പോട്ടെ. നല്ല ബന്ധം ഉണ്ടാക്കാൻ മുൻകരുത്ത്. ഞാൻ ക്രിസ്ത്യാനിയാണ് സാർ. കേക്കും ചായക്ക് വേണ്ടിയൊന്നും അങ്ങനെ വരണ്ട എന്നൊരു പരാമർശം പറഞ്ഞായിരുന്നോ? പറഞ്ഞോട്ടെ, എന്താ, അവർക്ക് സ്വാതന്ത്ര്യമില്ലേ പറയാൻ? അവർക്ക് സ്വാതന്ത്ര്യമില്ലേ പറയാൻ? നിങ്ങൾക്ക് കേക്ക് വേണോ? നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ഞാനിപ്പോ പറയാം. അവർക്ക് പറയാനുള്ള അവകാശം ഇല്ലേ? മെത്രാന്മാർക്ക് പറയാനുള്ള അവകാശം ഇല്ലേ?